അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഇന്ന് ഹലോ ലൂക്കു ബൈ ബൈ മമ്മ ഓഫീസിൽ പോയിട്ട് വരാം കേട്ടോ. ബൈ ലവ് യു. എൻ്റെ ന്യൂ ഇയർ ഔട്ട്ഫിറ്റ് ടോപ്പ് മാത്രം പുതിയത്. പല്ലുവേദനയാണിത്. ഇവിടെ നീര് വന്നിരിക്കുമോ? വാ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ന്യൂ ഇയർ ആയിട്ട് ഓഫീസിൽ വന്ന് കേക്ക് കട്ടിങ് ആയിരുന്നു കേട്ടോ. എല്ലാ വർഷവും ന്യൂ ഇയറിന് ഓഫീസിലൊരു കേക്ക് കട്ടിങ് പതിവാണ്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് കേക്കിൻ്റെ ഷെയറൊക്കെ വാങ്ങി അന്ന് അവിടെ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും കേക്ക് കഴിക്കാം. ഈ മുഖം പൊത്തി കളിക്കുന്നത് കേക്കിൻ്റെ വില നോക്കുമൊന്നുമല്ല, ആളെ ഫ്രെയിമിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ വിടില്ലല്ലോ. കേക്കൊക്കെ സ്വീകരിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതിവ് പോലെ ഒനിയനിൽ നിന്ന് ഇവിടുത്തെ സ്റ്റാഫിന് വരുന്നൊരു കേക്കുണ്ട് കേട്ടോ. ഒനിയനിലെ കേക്ക് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വർഷം ഞാൻ കഴിച്ച 2 കേക്കുകളുണ്ടായിരുന്നു. ഒന്ന് ഹിമാലയയുടെ ഒരു പ്ലം കേക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒനിയനിൽ നിന്ന് കൊണ്ടുവന്ന കേക്കും നല്ല സൂപ്പർ ടേസ്റ്റുള്ള പ്ലം കേക്കായിരുന്നു. അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. സാധനം കിട്ടി. പല്ലുവേദന ആയതുകൊണ്ട് തന്നെ കേക്കൊക്കെ വാങ്ങിച്ച് കുറച്ച് ഒരു ഉച്ചയോടെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കവിളിനൊക്കെ നീര് വന്ന് നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ ന്യൂ ഇയർ ആയതുകൊണ്ട് ലീവ് എടുക്കുന്നത് ശരിയല്ലല്ലോ. ഇത് ഞങ്ങളുടെ ഓഫീസിൽ ഇപ്പോൾ ആകെ മൊത്തം ഇരിക്കുന്ന കേക്കുകൾ ഞങ്ങൾ ഷെൽഫിൽ എണ്ണമെടുത്തതാണ്. തിരിച്ചു പോകുന്ന വഴി കുറച്ച് പേപ്പറും ഒരു പേപ്പർ കട്ടിങ് സിസറും ഒക്കെ ആയിട്ടാണ് പോയത്. ലൂക്ക് ഉള്ളതുകൊണ്ട് ലൂക്കിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യിക്കണമല്ലോ. ബസ്സിൽ കയറി ഒരു വിധമാണ് വീട്ടിലെത്തി പെയിൻ കില്ലറൊക്കെ കഴിച്ച് കുറച്ച് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ലൂക്കുവിൻ്റെ സ്വഭാവം അനുസരിച്ച് 1 മിനിറ്റ് പോലും ആൾക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ഞാനാണെങ്കിൽ വർഷങ്ങളോളം കട്ടിലിൽ കിടക്കാനും ഫോൺ ഞോണ്ടിക്കൊണ്ടിരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അമ്മ അവൻ കൊടുത്ത ആക്ടിവിറ്റി വരൂ നമുക്ക് ചേന മാന്താൻ പോകാം എന്നുള്ളതാണ്. ലൂക്കുവിലെ യുവ കർഷകനെ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ചെന്നം പിന്നെയും വെട്ടുന്നുണ്ടായിരുന്നു. ചേന എന്താണെന്ന് പോലും ശരിക്കും അവനറിയില്ല. അവനറിയാവുന്ന രീതിയിൽ വെട്ടി മാന്തി ഒരു പീസ് അറിയാതെ വന്ന് കിടക്കുന്നു. ഈ ചേന ഇവിടെ 2-3 വർഷമായി. എല്ലാ വർഷവും മാന്തേണ്ട സമയമാകുമ്പോൾ മാന്തണം എന്ന് വിചാരിക്കും. ചില സാങ്കേതിക സാഹചര്യ തടസ്സങ്ങൾ കൊണ്ട് ഇതുവരെ മാന്താൻ പറ്റിയിട്ടില്ല. ലൂക്കിനെ കൊണ്ട് മാന്തിച്ച് കഴിഞ്ഞാൽ ചേനയുടെ പല കഷ്ണങ്ങളും അവിടെ വെച്ച് തന്നെ ബാക്കി ചാറൊഴിച്ച് കറി ഉള്ളത് കൊണ്ട് അമ്മ വാങ്ങി. ഇതാണ് കേട്ടോ ചേന, നട്ടതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ കർഷകൻ ബാക്കിയും കൂടെ ചേന വരുമെന്ന് പറഞ്ഞ് കുറേ വെട്ടി വിഷമിച്ചപ്പോൾ എൻ്റെ എളിയിൽ കയറിയിരുന്നു. തുമ്പീനെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഇതാണ് എന്ന് ആരോ അവനോട് പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവനും അത് ചെയ്തു. പിന്നെ ആൾക്ക് പാവം തോന്നിയപ്പോൾ ആ തുമ്പീനെ വിട്ടു കേട്ടോ. അങ്ങനെ തുമ്പി സ്വതന്ത്രയായി. ഞാൻ പറഞ്ഞു ആരെയും ഉപദ്രവിക്കുന്നത് അത്ര ശരിയല്ലാന്ന്. സ്വന്തം പറമ്പിലെ ചേമ്പ് മാന്തി മുളക് പൊടിച്ച് കഴിച്ചപ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അത് വേറെയാണ്. ഞങ്ങളെ